ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ വിയറ്റ്നാം സൂപ്പർ എയറിൽ എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ നിറയെ ചക്ക പിടിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, പല ട്രിക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ ട്രിക്കും കാര്യങ്ങളും വളം ചെയ്യേണ്ടത് എന്താ, അതൊക്കെയാണ് നമ്മൾ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത്, 100% ഉറപ്പാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രൂണിങ് എന്തിനാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രൂൺ ചെയ്യണത് എന്താ വെച്ചാൽ വിയറ്റ്നാം സൂപ്പർ എയർലി ബഡ് തൈയാണെങ്കിലും അത് അത്യാവശ്യം ഹൈറ്റിൽ വളർന്ന് പോകുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ബഡ് തൈൻ്റെയൊക്കെ ഉദ്ദേശം താഴത്തുനിന്ന് കൈകൊണ്ട് ചക്ക പറിക്കുക എന്നൊക്കെയാണ് നമ്മളെ ഉദ്ദേശം. അതിനാണ് ബഡ് തൈകളൊക്കെ നമ്മൾ വെക്കുന്നതും പിന്നെ വേഗത്തിൽ ചക്ക ഉണ്ടാവാനൊക്കെയാണ് നമ്മൾ ഈ തൈ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്രൂൺ ചെയ്യേണ്ട സമയം എന്താ വെച്ചാൽ ഒരു 12 അടിന് മുകളിൽ വലിപ്പം വെച്ചാൽ മാത്രം നമുക്ക് തലയൊന്ന് വെട്ടി ആദ്യമായിട്ട് പ്രൂൺ ചെയ്യാം. പിന്നെ അപ്പോൾ അത് വലിപ്പം വെക്കുന്നതൊന്ന് കുറയും, പിന്നെ ശിഖരങ്ങളൊക്കെ തോനെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ശിഖരങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ മെയിനായിട്ട് തടിയിലേക്ക് വെയിൽ അടിക്കണം, എന്നാലേ ചക്കയൊക്കെ നിറയെ കായ്ക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയിലുള്ള ഒന്നിടവിട്ടുള്ള കൊമ്പുകളൊക്കെ നമുക്ക് മുറിച്ച് കൊടുക്കാം. വണ്ണം കുറഞ്ഞ കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തടിയിലേക്ക് വെയിലടിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് മുറിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെയിലടിച്ച് കഴിഞ്ഞാൽ നല്ല ചക്ക ഉണ്ടാക്കാനൊക്കെ ടെൻഡൻസി പ്ലാവിനുണ്ടാവുന്നതാണ്. അപ്പോൾ തല വെട്ടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ തല വെട്ടി കൊടുക്കാം. 12 അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇത് വെട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ ബോഡോ മിശ്രം തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കീടനാശിനീൻ്റെ ശല്യമൊക്കെ കീടങ്ങളുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ ബോഡോ മിശ്രിതം ഈ വെട്ടിയ കൊമ്പുകളിൽ തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വെട്ടണത് തടിയോട് ചേർത്ത് വെട്ടരുത്. തടിയിൽ നിന്ന് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം, കണ്ടോ ഞാൻ വെട്ടിയ പോലെ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ശിഖരങ്ങൾ വെട്ടിയെടുക്കാൻ. കണ്ടോ ഇപ്പോൾ അത്യാവശ്യം വെയിലടിക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പ്രൂണിങ് ചെയ്യുന്ന രീതിയും പ്രൂണിങ് കൊണ്ടുള്ള ഉദ്ദേശവും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചക്ക പിടിക്കാൻ വേണ്ടിയിട്ട് പ്രൂണിങ് മാത്രം പോരാ, അത്യാവശ്യം വളവും വെള്ളവും ഒക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലാവിൻ്റെ ചുറ്റോടെ ഒന്ന് തടം മാരിയെടുക്കുക. തെങ്ങ് തടം തുറക്കണ പോലെ ഒന്ന് വട്ടത്തിൽ തടം തുറന്നെടുക്കുക. അത് മൂടരുത് കേട്ടോ. എന്നിട്ട് അതിൽ നമുക്ക് മുട്ടേൻ്റെ തോലൊക്കെ ഉണ്ടല്ലോ, തോല്, പിന്നെ ഉള്ളിത്തോല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ അതിലിട്ട് നിറയ്ക്കാവുന്നതാണ്. പിന്നെ ചകിരിത്തുപ്പുണ്ടല്ലോ, ചകിരിച്ചോറൊക്കെ ഇട്ട് നിറച്ചിട്ട് ആ തടം മൂടാതെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം. എന്നിട്ട് നനച്ച് കൊടുക്കാം. ഇത് ചെയ്താൽ തന്നെ നമുക്ക് ചക്ക പെട്ടെന്ന് കായ്ക്കും. പ്ലാവൊക്കെ വണ്ണം വയ്ക്കാനും ഒക്കത്തിനും ഇത് ഉപകരിക്കും കേട്ടോ. ഇങ്ങനെ രീതി ഒന്ന് ട്രൈ ചെയ്തേക്കാൽ എന്തായാലും കായ പിടിക്കുന്ന. ചകിരിച്ചോറും തൊണ്ടും ഒക്കെ ഇട്ട് കൊടുക്കണതുകൊണ്ട് തന്നെ നമ്മൾ നനച്ചതിൻ്റെ നനവൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്ലാവിൻ്റെ ചുവട്ടിൽ എപ്പോഴും തണുപ്പ് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പ്ലാവിന് വളരാൻ നല്ലൊരു ഉത്തമ ഐഡിയ ആണ് കേട്ടോ. പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം പ്ലാവ് നടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമാത്രമല്ല, ഈ തടത്തിൽ ചാണകപ്പൊടിയും ചാണകവെള്ളമൊക്കെ തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലുപൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.